ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ദേ ഒരു കുമരത്ത് പോവാണ് കേട്ടോ, ബോട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വീട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് കിലോമീറ്ററുകളേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടിമേലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ കഥയെല്ലാം പറഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ബോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇവിടെ നിന്ന് നേരെ കുമരകം പോയിട്ട് പിന്നെ റിട്ടേൺ അതുപോലെ തന്നെ വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുമരകം പോകുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല കേട്ടോ. വെറുതെ ഇരിക്കുന്നതുകൊണ്ട് വെറുതെ പോകാമെന്ന് വിചാരിച്ചതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ എനിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എന്നും പറഞ്ഞ് തോന്നിയ വഴിയിൽ നടക്കുക എന്നുള്ളതല്ല കേട്ടോ. വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. കൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ വെള്ളത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം അതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ട്. മീനുകൾ ഇവിടെ പിടിക്കാൻ പാടില്ല കേട്ടോ, ശിക്ഷാർഹമാണ്. ഞാൻ അവിടെ ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, വലുതും ചെറുതായിട്ടുള്ള കുറേ മീനുകളുണ്ടായിരുന്നു. അതേപോലെ കടക്കാക്ക ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ വെള്ളം പോകുന്നതും ബോട്ട് പോകുന്നതൊക്കെ നല്ലൊരു കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ട മീനിനെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ സൂം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫോണിൻ്റെ ക്ലാരിറ്റി കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കതൊന്നും കാണാൻ പറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കണ്ണൊന്ന് സൂം ചെയ്ത് നോക്കൂ കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീനിനെ അത് കാണാം, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് എങ്ങനെയെങ്കിലും ഇരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവിടെയുള്ള ഫുള്ള് കവർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. വീഡിയോ എടുക്കാൻ അപ്പുറത്ത് പോയപ്പോൾ നമ്മളിതേ ബോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ദൂരം നിന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും ഈ ബോട്ടിലായിരിക്കും നമുക്ക് പോകേണ്ടി വരുള്ളത്. ടിക്കറ്റൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ബോട്ടിൽ കയറാൻ വേണ്ടി പോണത്. അവൻ ഹൗസ് ബോട്ടിൽ കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കുമരത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ബോട്ട് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പതുക്കെ വരുന്നതെന്ന് തോന്നിപ്പോയി. കാരണം അത്രയും സ്പീഡപ്പിൽ വന്നിട്ട് പോലും ദൂരത്തുനിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് പതിയെ വരുന്ന പോലെ തോന്നത്തുള്ളൂ കേട്ടോ. കുറേ നേരമായി ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കൽ തുടങ്ങിയിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ വീഡിയോ ലോങ് ആയി പോകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാധാരണ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണെന്നാണ്. ഒരിക്കലല്ല കേട്ടോ, ഭയങ്കര കഷ്ടപ്പാടാണ്. യൂട്യൂബ് കൊണ്ടു നടക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കഥയും പരാതിയൊക്കെ പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മുടെ ബോട്ട് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതായിട്ട് എനിക്ക് വിശക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുമരകത്ത് എത്തിയിട്ട് വേണം അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ അടുപ്പിച്ച് നമ്മൾ ഇതിനകത്ത് ഇരിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ വെള്ളം കണ്ട പണ്ട് മുതലേ ഒരു ചെറിയൊരു പേടിയുണ്ട്. കാരണം ഞാൻ മുങ്ങിച്ചാവാൻ പോയതുകൊണ്ടായിരിക്കും ഉള്ളിൽ ആ ഒരു ഭയം ഉള്ളത്. അതുകൊണ്ട് ഇമാതിരി സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാലോ വെറുതെ ഇരിക്കല്ലേ വീട്ടിലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കുറ്റിയും പറിച്ച് വന്നിട്ടുള്ളത്. ഏതായാലും ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതേ കയറാൻ വേണ്ടി പോവാണ്. ഇവരൊക്കെ കയറൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളിതേ ഓരോരുത്തരും ഇറങ്ങി കഴിഞ്ഞ ശേഷം നമുക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ ടാറ്റയൊക്കെ പറഞ്ഞ് കയറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ കയറുന്നുണ്ട്. കയറുന്ന വീഡിയോ ആയാലും ഇറങ്ങുന്ന വീഡിയോ ആയാലും അത് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറമാനാണെങ്കിൽ എൻ്റെ പുറകിൽ വരുന്നുണ്ട്, ഞാൻ അവരെ വെയിറ്റാക്കി നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് പോലും അവരെന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ബെഞ്ച് വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് നിന്നതെന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ സൈഡിൽ ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് മാറിയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കണ്ട കൽക്കാക്കനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അത് ഇതേ താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാരാണെങ്കിലും പാസഞ്ചർ കയറുന്നതിനോടൊപ്പം തന്നെ വണ്ടികളും കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മൾ ബസ്സിൽ കയറുന്ന പോലെ തന്നെ എല്ലാ ദിവസവും കയറുന്നതായിരിക്കും കേട്ടോ. അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ വണ്ടിയും കൊണ്ടൊക്കെ വരാറുള്ളത്. കാരണം ജോലി സ്ഥലം റിലേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും അങ്ങോട്ട് പോകുകയും ചെയ്യും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കള്ളക്കാക്കനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആള്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ കണ്ണിൽ ഇത് പെട്ടത് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. വെള്ളം എടുക്കാനാണ് കേട്ടോ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ബോട്ടിൽ ഇത് എന്തിനാണെന്നുള്ളത് എനിക്കിതായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചാൽ വെള്ളം കൊണ്ട് പോകുന്നതാണ് കേട്ടോ. വെള്ളമാണെങ്കിൽ ഒരു പൊട്ട് പോലെ കാണാൻ പറ്റുന്നുള്ളൂ. എൻ്റെ വീഡിയോയിലാണെങ്കിൽ സൂം ചെയ്തിട്ട് കാണാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കൾക്കൊക്കെ നമ്മൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നത് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. ആളിതേ മുങ്ങാൻകുഴി ഇട്ടിട്ട് പോയിട്ട് മീനെ കിട്ടുന്ന സമയത്ത് തല പൊങ്ങി നിൽക്കും കേട്ടോ. മീനെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ആൾ തല പൊങ്ങുന്നുണ്ട്. ചിലപ്പോൾ ശ്വാസം മുട്ടിയിട്ടായിരിക്കുമല്ലേ. അപ്പോഴേക്കും നമ്മുടെ വണ്ടി നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഏതായാലും 3/4 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള യന്ത്രമില്ലേ, അത് വെച്ചിട്ട് അവർ വെള്ളം പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനായിരിക്കും ഈ വെള്ളം എന്നുള്ളത് ആലോചിച്ച് എൻ്റെ തല പോയിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് അതിന് ആൻസർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിട്ട് ആൻസർ അറിയണമെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കേണ്ടി വരും കേട്ടോ. അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതേ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. തീരെ ഉൾപ്പില്ലാതെ ഞാൻ
അവിടെ കിടന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണെന്നൊക്കെ എന്തൊക്കെയോ പട്ടിഷോ കാണിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പൈസ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഏതായാലും ഉള്ള പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇതൊക്കെ എന്തിനാ വീഡിയോ എടുക്കണമെന്നായിരിക്കും ആൾ ചിന്തിച്ചിട്ടുണ്ടാവട്ടെ. ആൾക്കറിയില്ലല്ലോ ഞാൻ ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബർ ആണെന്നുള്ളത്. അല്ല, ഫേമസ് എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒരു യൂട്യൂബർ ആണല്ലോ. നാളെ ചിലപ്പോൾ ഫേമസ് ആയാലോ അല്ലേ. പൈസ കൊടുത്തപ്പോൾ ആൾ എന്നോട് ചില്ലറയാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2 രൂപ എൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ബാഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ല എന്ന് പറയാനൊരു നാണക്കേട്, അതുകൊണ്ടാണ്. ചിലപ്പോൾ ബാഗിൽ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 5 രൂപ കോയിനും 10 രൂപ കോയിനും കിട്ടിയിട്ടുണ്ടെങ്കിലും 2 രൂപ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലല്ലോ, അതങ്ങനെയാണല്ലോ. അങ്ങനെ 5 രൂപ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 5 രൂപ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ടിക്കറ്റ് നോക്കിയപ്പോൾ അതേ 32 രൂപയായിരുന്നു. അതായത് 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് 2 പേർക്ക് 32 രൂപ ആയിട്ടുള്ളായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ലാഭമാണല്ലേ. നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ബുക്ക് ചെയ്തൊക്കെ പോകുന്നത് 10,000-15,000 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളത്. ഒരു പ്രാവശ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിലെ ടീച്ചർമാരൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല ഫണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അപ്പോഴേക്കും ജെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലാണെങ്കിൽ കയറുന്നവർക്ക് 1 മണിക്കൂർക്ക് 500 രൂപയ്ക്കാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഒരു 5 മിനിറ്റ് പോലെയാണ് കേട്ടോ. പെട്ടെന്ന് പോകുന്നതും തീരുന്നതും അറിയാൻ പറ്റുന്നില്ല. ഏതായാലും നമ്മൾ പൈസ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബോട്ടിൽ കയറുന്നതാണ് കേട്ടോ ഏറ്റവും സൗകര്യമായിട്ടുള്ളത്. ജെറ്റ് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മാഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത നായകൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഹൗസ് ബോട്ടാണ് കേട്ടോ. ഈ ഹൗസ് ബോട്ടിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അതിന് ബുക്ക് ചെയ്തിട്ട്. പിന്നെ വേറെ ഹൗസ് ബോട്ട് കാണുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വള്ളക്കാരും ബോട്ടും ജെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കടൽക്കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ കുമരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു തടി കഷ്ണം ഒഴുകി വരുന്ന പോലെ തോന്നുള്ളൂ. അടുത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും നേരിട്ട് അറിയാൻ പറ്റുന്നത് കേട്ടോ. ഈ ആർച്ച് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം കുമരത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഏതായാലും 2 സെക്കൻഡിനുള്ളിൽ നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പിനകത്ത് ഇഷ്ടം പോലെ കാക്കകൾ ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വിശ്രമ സ്ഥലമായിരിക്കും അല്ലേ. പിന്നെ ഈ ആർച്ച് കുമരകത്ത് എത്തി എന്നുള്ളതിന് ആകെ ഒരു തെളിവ് ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ്. നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ കാഴ്ച ഇതാണ് കേട്ടോ. നമ്മൾ പോകുന്ന ബോട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇഷ്ടം പോലെ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകൾ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതവർ ബുക്ക് ചെയ്ത് പോകുന്നതാണ്. ചില സ്ഥലത്താണെങ്കിൽ ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും, ചില സമയത്ത് ആളുകൾ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇവർ ഓരോരുത്തരെ ബുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ആലപ്പുഴയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ പച്ചപ്പും ഇവിടുത്തെ കായൽ പരപ്പുകളും അതേപോലെ തന്നെ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ സ്ഥിതി കേട്ടോ. കാരണം എനിക്ക് ആലപ്പുഴ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് ഞാൻ മലപ്പുറത്ത് പോയി അവിടെ നിൽക്കുന്നത്. മലപ്പുറമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അവിടുത്തെ വെള്ളമായാലും അവിടുത്തെ മലനിരകളായാലും അവിടുത്തെ ആ ഒരു പച്ചപ്പായാലും ഒക്കെ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്നുള്ള നാട്ടുകാർ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ ഭംഗി ഇത്രത്തോളം ഉണ്ടോയെന്നുള്ളത് അവരുടെ കണ്ണിലൂടെ നോക്കി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷെ കാണുന്ന അത്ര ഭംഗി എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാ ജില്ലയ്ക്കും അവരുടേതായ പോരായ്മകളും ഉണ്ടാവില്ലേ. അതേപോലെ മഴക്കാലത്ത് ഇപ്രാവശ്യം ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് അലമ്പായിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ ആ ചെളിയും അതും ഇതൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു കളറും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. മണി അടിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഇവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റോപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ മണി അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രൗഡ് ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഫുള്ളും ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി നിന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഏത് സ്ഥലമായാലും നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അത് ആസ്വദിക്കുക പോരുക എന്നുള്ളതാണെങ്കിൽ എല്ലാ സ്ഥലവും നമുക്ക് അടിപൊളിയായിട്ട് തോന്നും കേട്ടോ. 2022 ഒരു ബോട്ട് അപകടം നടന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അതിൻ്റെ ഒരു സ്മാരകമാണ് കേട്ടോ ദയാ കാണുന്നത്. ഒക്കെ ഇറങ്ങേണ്ട സ്ഥലമായതുകൊണ്ട് തന്നെ അവർ ബോട്ട് അടുപ്പിച്ചിട്ട് ഇതേ കയറ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി റിട്ടേൺ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ 1 മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിലാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരേതായാലും ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം കേട്ടോ. ഇവിടെ ചോറ് കാര്യങ്ങളൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സ്നാക്സോ വെള്ളം കുടിക്കാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനമായത് തിക്കും തിരക്കും ഇല്ലാതെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ പോകുന്നതും വെയിറ്റാക്കി നിൽക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് പണ്ട് മുതലേ ഒളിപ്പൊന്നാണോ ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കയറുന്ന വീഡിയോ എടുത്ത സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങുന്ന വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി ഏതായാലും റിട്ടേൺ പോകുന്ന വീഡിയോ ഉണ്ടാവത്തില്ല, കാരണം ഇത് തന്നെ റെപ്യൂട്ടേഷൻ ആയിരിക്കും കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അടുത്തൊരു കടകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ സ്നാക്സും വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളത്തിലാണെങ്കിൽ ഒരുമാതിരി വൃത്തിയിട്ടൊരു കളറായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പായലൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ. കുറേ സമയത്തിന് ശേഷം നമ്മളിതേ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാൻ വേണ്ടി പോണത്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അവിടെ പുസ്തകശാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വരുന്ന പാസഞ്ചറിന് വായിക്കാനുള്ളതായിരിക്കും.
ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈലിലായതുകൊണ്ട് പുസ്തകങ്ങൾ തൊട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ കായലിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. എനിക്കിതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നിങ്ങൾ കാണുന്നവർക്ക് പലർക്കും ഇതൊരു പുതുമയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇതുപോലെ കായലിൻ്റെ പറ്റി ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഈ കാണുന്ന വള്ളം പോലും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ആളുടെ വീട് ഇവിടെ കുട്ടനാട് അടുത്താണ് കേട്ടോ. ആളുടെ വീട് ഇതുപോലെ തന്നെയാണ്. അവരെ വീട്ടിൻ്റെ വാതിക്കലൊക്കെ തന്നെ ഇതുപോലെ കായലും ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്തെങ്കിലും നേരിട്ട് കാണാൻ വേണ്ടി പറ്റട്ടെ. അത് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ വീട്ടിലേക്ക് ഏതായാലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.